ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കക്ക ഇറച്ചി വെച്ചിട്ട് നാടൻ രീതിയിലൊരു റോസ്റ്റ് ചെയ്യുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് കക്കയൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 400 ഗ്രാം കക്കയുണ്ട്. അപ്പോൾ ഓരോ കക്കയും നമ്മളെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു കറുത്ത വേസ്റ്റ് വരും. അപ്പോൾ അതെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തേക്കുന്നതാണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, നമ്മുടെ കക്ക ഇറച്ചി ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളവും ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. വേവിച്ചതിന് ശേഷം ആ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാമേ. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു വലിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വലിയ വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരില്ല, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകമില്ലേ, അതൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ് ചേർത്തേക്കുന്നത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ക്രഷ്ഡ് ചില്ലി 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരില്ലേ, അതുവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കക്ക ഇറച്ചിയില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാമേ. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് നമ്മുടെ കക്ക ഇറച്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി വരില്ലേ, അതുവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ബീഫൊക്കെ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഞാൻ ഈ കക്ക ഇറച്ചി ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഗ്രേവി ആക്കാവുന്നതാണ്. കുറച്ച് ഡ്രൈ ഫ്രൈ ആയിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.